എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 18/5/2026 അറ്റൻഡർ, സെയിൽസ്മാൻ, സ്റ്റോർ കീപ്പർ തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 49/2026. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ഷാമൽ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമേതാണ്? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ഓപ്ഷൻ ഡി ചൗരിചൗര സംഭവം. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി സർ സി ശങ്കരൻ നായർ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി ഉസ്മാൻ ഡെംബലെ. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2 and 3. ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1 and 3. ചമ്പൽ, ബനാസ്, ഗോദാവരി, കൊയ്ന. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരമാണ് പറഞ്ഞത്. നമ്മുടെ റെഫറൻസുകൾ പ്രകാരം 1ഉം 4ഉമാണ് ശരിയായത്. ചമ്പൽ, ബനാസ്, കാവേരി, കബനി. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം? ഓപ്ഷൻ എ തിര ആവൃത്തി. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2 and 3 ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2 and 3. വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം? ഓപ്ഷൻ എ ചിറ്റൂർ. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ബി പൊതുമേഖലയും സ്വകാര്യ മേഖലയും. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി എല്ലാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ എ റഷ്യ. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല? ഓപ്ഷൻ ബി പ്രാഥമിക മേഖല. താഴെ പറയുന്നവയിൽ സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോൽ ഏതാണ്? ഓപ്ഷൻ സി പ്രതിശീർഷ വരുമാനം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്ത നികുതി ഏതാണ്? ഓപ്ഷൻ ഡി തൊഴിൽ നികുതി. ചോദനം അതിൻ്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ എ JB സേ. കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ: സാക്കിർ ഹുസൈൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രാജേന്ദ്ര പ്രസാദ്, VV ഗിരി. ഓപ്ഷൻ ബി CBAD. രാജേന്ദ്ര പ്രസാദ്, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സാക്കിർ ഹുസൈൻ, VV ഗിരി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി 1B 2C 3A 4D. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. രാജ്യസഭ. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ ലോക്സഭ. രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ലോക്സഭ ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ വകുപ്പ് 58. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതൊക്കെ?
ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. പ്രതിപക്ഷ പാർട്ടിയിൽ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകുക. വ്യവസ്ഥകളിൽ പെടാത്തത് ഓപ്ഷൻ സി 3 ഓൺലി. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി A3 B1 C2 D4. 91-ാം ഭരണഘടനാ ഭേദഗതി. മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. 74-ാം ഭരണഘടനാ ഭേദഗതി. നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. 86-ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. 42-ാം ഭരണഘടനാ ഭേദഗതി. ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ അജിത് ഡോവൽ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏവ? ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം ശരിയാണ്. ഭരണഘടനയുടെ 243 വകുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി 1, 2 എന്നിവ മാത്രം ശരിയാണ്. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 2008 കേരള സംസ്ഥാന നയൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കാലാവധിയായ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ പദവിയിൽ തുടരാവുന്നതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുൻപായി പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 2, 3 എന്നിവ മാത്രം തെറ്റാണ്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 1, 3 എന്നിവ മാത്രം ശരിയാണ്. വയോജന ക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 1 മാത്രം ശരിയാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി ഇരവികുളം. കോശം കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്. പഴയീച്ച എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഡ്രോസോഫില. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ നവംബർ 14.
നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ? ഓപ്ഷൻ സി വൈറ്റമിൻ സി. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ റെയ്ല ഒഡിങ്ങ. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം? ഓപ്ഷൻ സി 2026. ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏകദേശം 840 kJ ആണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? ഓപ്ഷൻ സി 200 kcal. 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും? ഓപ്ഷൻ ബി -5D. ചുവടെ നൽകിയിരുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 2 and 4. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. പ്രകാശം വൈദ്യുതകാന്തിക തരംഗമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരി. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. STPയിൽ ഒരു മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം? ഓപ്ഷൻ സി 22.4 ലിറ്റർ. കപട സംക്രമണ മൂലകം? ഓപ്ഷൻ ഡി സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ സിങ്ക്. ലോക കാലാവസ്ഥാ ദിനം? ഓപ്ഷൻ ബി മാർച്ച് 23. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി? ഓപ്ഷൻ സി 23 ഓഗസ്റ്റ് 2023. ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ഓപ്ഷൻ എ ചവിട്ടുനാടകം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഓപ്ഷൻ ഡി CK ലക്ഷ്മൺ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? ഓപ്ഷൻ ഡി ഖസാക്കിൻ്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി പത്തനംതിട്ട. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? ഓപ്ഷൻ ബി തന്തപ്പേര്. മച്ചാട്ടിളയത് ഏത് സാഹിത്യശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? ഓപ്ഷൻ ബി തിരുവാതിരപ്പാട്ട്. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. 1 KB = ഓപ്ഷൻ ഡി 1024 ബൈറ്റ്സ്. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ സി മോസില്ല ഫയർഫോക്സ്. സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? ഓപ്ഷൻ എ IT ആക്ട് 2000 അമെൻഡഡ് 2008. ആരാണ് WWW കണ്ടുപിടിച്ചത്? ഓപ്ഷൻ സി ടിം ബേണേഴ്സ്ലി. ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി പാൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആരാണ്? ഓപ്ഷൻ ബി അഖിൽ P ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായ്. 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏത് തരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്? ഓപ്ഷൻ എ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്നവ. പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗികാതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ സി 5 വർഷം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമ വകുപ്പ് 34 പ്രകാരം 1 കോടി രൂപ വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് എവിടെ? ഓപ്ഷൻ സി ജില്ലാ കമ്മീഷൻ. 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക? ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്.
പട്ടികജാതി പട്ടികവർഗ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി, പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം അംഗമല്ലാത്ത ആരെയും. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 71 ഓപ്ഷൻ സി 5/6, 72 ഓപ്ഷൻ ബി 12/45, 73 ഓപ്ഷൻ എ ശനി, 74 ഓപ്ഷൻ ഡി 1330, 75 ഓപ്ഷൻ സി 6, 76 ഓപ്ഷൻ എ 40, 77 ഓപ്ഷൻ ഡി 26, 78 ഓപ്ഷൻ സി 5, 79 ഓപ്ഷൻ എ 25%, 80 ഓപ്ഷൻ ബി 3. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ചൂസ് ദ കറക്റ്റ് preposition given in brackets. He searched dash the ring everywhere. Option A 4. Choose the correct tense form of the verb given in brackets. Our school team dashed the cricket match last year. Option D 1. The children are playing dash ? Option B aren't they. Choose the correct passive form of the sentence given below. People will support us. Option B, we will be supported by the people. If she had taken a car, she dashed the station in time. Option A, would have reached. Choose the correct antonym of the word rigid. Option B, flexible. Choose the correct phrasal verb to complete the sentence. My sister tries to dash some money every month. Option C, set aside. Choose the correct synonym of the word frivolous. Option D, silly. The masculine gender of which is? Option B, wizard. Choose the correct one-word substitute for one talking a lot. Option B, loquacious. അടുത്ത മലയാളം ചോദ്യങ്ങൾ. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, അനുകൂലമാകുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി, അനാസ്ഥ. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി, സ്വ പ്ലസ് അധീനം. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ ഡി, തരുണി. തത്തയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, പരഭൃതം. ഐഹികം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി, പാരത്രികം. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. ഓപ്ഷൻ എ, അത്യാപത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി, നടികൾ. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ സി, സഹർഷം. ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ സി, തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിലെ കലാരൂപമാണ് മോഹിനിയാട്ടം. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.